ക്വസ്റ്റ്യൻ വരുന്നത് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 ഇരട്ടിയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ ഇരട്ടി ആയിരുന്നു എങ്കിൽ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് ഫസ്റ്റ് റേഷ്യോ എടുക്കാം. ഫസ്റ്റ് പറയുന്ന റേഷ്യോ 4 ഇരട്ടി എന്നാണ്. അപ്പോൾ 4:1 എന്നെടുക്കാം. നമുക്ക് ഒന്നെടുത്ത് 4 ഇരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 4:1 എന്നെടുത്തു. പിന്നെ നമുക്ക് അടുത്ത രണ്ടാമത്തെ വരി പറഞ്ഞിട്ടുണ്ട് ഇരട്ടിയായിരുന്നു. അപ്പോൾ എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ ഇരട്ടിയായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇരട്ടി എന്ന് പറയുമ്പോൾ 2:1 എന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കാം. അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 തന്നെയാണ് വരുന്നത്. 4 × 1 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കണ്ടെത്താം. ക്രോസ് ചെയ്ത വ്യത്യാസം = 4 - 2 = 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആദ്യം വർഷം എഴുതണം. വർഷം എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ വ്യത്യാസം ഇൻറ്റു എ ഓർ ബി. എയുടെയും ബിയുടെയും നമുക്ക് ആദ്യം കൊടുത്തേക്കുന്ന അംശബന്ധം എത്രയാണോ ആ അംശബന്ധമാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് എഴുതുന്നത് രണ്ടാമത്തെ അംശബന്ധത്തിൻ്റെ വ്യത്യാസം, അതായത് 2 - 1 രണ്ടാമത്തെ അംശബന്ധം എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം എത്രയാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. അംശബന്ധത്തിൻ്റെ വ്യത്യാസം നമുക്ക് നമ്മൾ എഴുതിയേക്കുന്നതിനെ നേരെ നമ്മുടെ പ്രോബ്ലമായിട്ട് നോക്കാം. ഇപ്പോൾ എയുടെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. വർഷം എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. 5 വർഷം മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷം അത് നമ്മൾ എഴുതി. ഡിവൈഡഡ് ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കാം. ഡിവൈഡ് ചെയ്യേണ്ടത് വ്യത്യാസം ക്രോസ് ചെയ്ത വ്യത്യാസം 2 നമുക്ക് കിട്ടിയിരുന്നു. അത് എഴുതണം. പിന്നെ നമുക്ക് എ ഓർ ബി, എയുടെ ആണോ ബിയുടെ, നമുക്ക് എയുടെയാണ് കാണേണ്ടത്. അപ്പോൾ എയുടെ ആദ്യത്തെ അംശബന്ധം എത്രയാണ്? 4 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 4 എന്ന് തന്നെ എഴുതാം. അംശബന്ധം 4 എന്ന് എഴുതി. 4 ഇൻറ്റു രണ്ടാമത്തെ അംശബന്ധത്തിൻ്റെ വ്യത്യാസം, അതായത് രണ്ടാമത്തെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? 2 - 1 2:1 നമുക്ക് അംശബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കിക്കേ, ഇത് വെട്ടിപ്പോകും. 4ഉം 2ഉം വെട്ടിപ്പോകും. അപ്പോൾ 4 വെട്ടി 2 ആക്കാം. പിന്നെ 5 × 2 10. നമുക്ക് ആൻസർ കിട്ടി 10. അപ്പം എയുടെ വയസ്സ് എത്രയാണ്? 10 വയസ്സാണ്. എയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 10 വയസ്സാണ്. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി.